നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ചേച്ചി ഈ പെണ്ണിനെ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടിരുന്നാലേ അവക്കത് ശീലമാവും കേട്ടോ. പിന്നെ വേറൊരിടത്തും അവളെ കിടത്താൻ പറ്റില്ല കേട്ടോ. ശീലാക്കിക്കോട്ടെ. എന്റെ പൊന്നിനെ ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അല്ലേടി പൊന്നെ, നീ വല്യമ്മയുടെ മാത്രം മോള. അതെങ്ങനെ ശരിയാവും? നിന്റെ നിപ്പ് കണ്ടാ തോന്നൂല്ലോ ഞാനാണ് നിന്നെ ഇതിനകത്ത് പിടിച്ചിട്ടതെന്ന്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വന്ന കാര്യം നടത്തിയിട്ട് വേഗം തിരിച്ചു പോവാന്ന്. അപ്പം നിനക്ക് കല്യാണം കഴിക്കണം. ആ തീരുമാനാ നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഞാനും ബിജു ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ നീ എടുത്തത് എന്തിനായിരുന്നു? ഞാനോ? ഞാനൊന്നുമല്ല. ഞാനെന്തിനാ എടുക്കുന്നേ? അങ്ങനെയായിരുന്നെങ്കിൽ എന്തൊക്കെ വീഡിയോ ഞാൻ എടുക്കണമായിരുന്നു. അപ്പം നിനക്ക് കാര്യം ഇതൊരു മനസ്സിലായില്ലല്ലേ? നമ്മുടെ പുറകെ അർച്ചനെ ആരെയോ ചുമതലപ്പെടുത്തിയിരുന്നു. അല്ലെങ്കിൽ അർച്ചന എങ്ങനെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് വന്ന് സച്ചി, ഇതൊക്കെ ഇനിയും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? അവളാ എല്ലാത്തിനും കാരണക്കാരി, ആ അർച്ചന. അവളെ കൊന്നിട്ടാ നീ ഇവിടെ നിൽക്കുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. ഓരോന്നും എണ്ണം പറഞ്ഞവള് ജയിച്ചോണ്ടിരിക്കുക. അവളുടെ അനിയത്തി പ്രസവിച്ചു. അവള് പ്രസവിച്ചിട്ടത് നെല്ലിശ്ശേരിയുടെ മുഴുവൻ സ്വത്തിന്റെ അവകാശിയാ. ഞാനും നീ അനുഭവിക്കേണ്ടിയിരുന്ന സമ്പത്ത് അത്രയും ഇനി ആ കുട്ടിക്കൂടി അവകാശപ്പെട്ടതായി മാറും. അതിനു മുമ്പ് എന്താന്ന് വെച്ചാ ഇനി ആലോചിച്ച് തീരുമാനിക്കണം. അതിന് നീ പുറത്തിറങ്ങണം. 14 ദിവസത്തെ റിമാൻഡ്. അത് കഴിഞ്ഞ് കോടതിയിൽ കേസ് വിളിക്കുമ്പോ ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല അഡ്വക്കേറ്റ് നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവും. അതുവരെ ഇവിടെ വെറുതെ ഇരുന്നാ പോരാ. ഇനി എന്ത് വേണം ആലോചിക്കണം. 14 രാവും പകലും നിന്റെ ജീവിതത്തിൽ ഈ കാരാഗ്രഹവാസം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ 15-ാം നാൾ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. ഇവിടെ ഇരുന്ന് ആലോചിക്കാൻ മാത്രമല്ല, 1-2 പേരെ മുഖാമുഖം കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക്. അതിൽ ആദ്യത്തെ ആളും നിന്റെ ഭർത്താവ് നന്ദന. അവനെ ഇവിടെ വിളിച്ചു വരുത്തി കാണണം എനിക്ക്. ഞാൻ പുറത്തിറങ്ങുമ്പോ നിന്നോടൊപ്പം അവനും വേണം എന്നെ സ്വീകരിക്കാൻ. നന്ദനെ എന്തു പറഞ്ഞു നീ കൺവിൻസ് ചെയ്യും? നിന്റെ പേര് മുതൽ കംപ്ലീറ്റ് വ്യാജമാണെന്ന് അന്ന് അർച്ചന വിളിച്ചു പറഞ്ഞത് എല്ലാരും കേട്ടതല്ലേ? ഇനി എന്തു പറയാനാ പോകുന്നേ? അബദ്ധം പറ്റിയതാണെന്നോ? അച്ഛനെ അമ്മയും വാടകയ്ക്കെടുത്ത് ഒരു കുടുംബത്തെയും പറ്റിച്ച് വിവാഹം നടത്താൻ നോക്കിയതാണോ അബദ്ധം എന്ന് നന്ദൻ തിരിച്ചു ചോദിച്ചാ നീ എന്ത് ഉത്തരം പറയും? ഇപ്പോഴും അവിടെ ആരുടെയും കലി ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇടയിൽ ഈ കമ്പി വില ഉള്ളതുകൊണ്ട് ആരെങ്കിലും വന്നാലും നിന്നെ അന്നത്തെ പോലെ ആരും തല്ലില്ല. അതാ ഏക ആശ്വാസം. ഞാൻ പറയുന്നത് നീ ആദ്യം ചെയ്യും. പിന്നെ എന്തു വേണമെന്ന് എനിക്കറിയാം.
ഞാൻ പോയി നന്ദനോട് പറയണോ നിന്നെ ഇവിടെ ഒന്ന് കാണാൻ? അതിലും ഭേദവേ നമ്മുടെ ബന്ധം അങ്ങോട്ട് തുറന്നു പറയുന്നതാ. നീ പറയണ്ട, ആരെങ്കിലും കൊണ്ട് പറയിച്ചാ മതി. എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് താല്പര്യം പറഞ്ഞൊന്നും പറഞ്ഞ് എന്റെ ഫ്രണ്ടെന്നും പറഞ്ഞ ആരെങ്കിലും നന്ദന്റെ അടുത്തെത്തിച്ച് കാര്യം പറഞ്ഞാ മതി. നന്ദൻ ഇവിടം വരെ ഒന്ന് വന്നാൽ ബാക്കി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നന്ദനെ എപ്പോഴും അർച്ചനയിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്തണം നമുക്ക്. നീ അവനെ തട്ടിക്കൊണ്ടുപോയി വർഷങ്ങൾ പൂട്ടിയിട്ടെന്ന് പറയുമ്പോ അവന്റെ ബുദ്ധി നമുക്ക് അളക്കാവുന്നതല്ലേ ഉള്ളൂ. അത്രയും കഷ്ടപ്പെടുത്തിയ നിന്നോട് അവൻ ക്ഷമിക്കുകയും ചെയ്തു. തലയിൽ ആള് താമസമില്ലെന്ന് ബോധ്യപ്പെടാൻ മറ്റെന്തെങ്കിലും വേണോ? അവനെ എന്നെങ്കിലും നേരിട്ട് കാണുമ്പോൾ പറയാൻ വൈകാരികമായ ചില പദപ്രയോഗങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. എന്നോടുള്ള വെറുപ്പും ദേഷ്യവും മാറി. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന സംശയം അവന്റെ മനസ്സിൽ ഉടലെടുക്കുന്നിടത്ത് നിന്ന് ഈ ഷാഹിർ മുഹമ്മദ് വീണ്ടും കളി തുടങ്ങും. ഇത്രയും നാളും സ്നേഹത്തെ മുൻനിർത്തിയാണ് കളിച്ചതെങ്കിൽ ഇനി കളിക്കുന്നത് ചതിയിലൂടെയാ. ആർക്കും മനസ്സിലാവാത്ത ചതിയിലൂടെ. നീ ചേച്ചി, ഈ പെണ്ണിനെ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടിരുന്നാലേ അവക്കത് ശീലമാവും കേട്ടോ. പിന്നെ വേറൊരിടത്തും അവളെ കിടത്താൻ പറ്റില്ല കേട്ടോ. ശീലാക്കിക്കോട്ടെ. എന്റെ പൊന്നിനെ ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അല്ലേടി പൊന്നെ? ഈ വല്യമ്മയുടെ മാത്രം മോള. അതെങ്ങനെ ശരിയാവും? മൂത്ത വല്യമ്മ ഞാനല്ലേ? അർച്ചനെ കുഞ്ഞ് വല്യമ്മാന്നാ വിളിക്കുന്നെങ്കി പിന്നെ മൂത്തമ്മാന്ന് എന്നെ വിളിച്ചോട്ടെ, അല്ലേ മോളെ? ആ ഓ സന്ദീപിന്റെ അതേ മൂക്കും കണ്ണുമൊക്കെ. ഡീ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ നിന്റെ മൂത്തമ്മയാ എന്ന് പറഞ്ഞ അമ്മയുടെ അതേ സ്ഥാനമുള്ള മറ്റൊരമ്മ. ഓ, ബന്ധുക്കളാരെങ്കിലും വന്നിരുന്നോ? ആ, കുറച്ചുപേരൊക്കെ വന്നിരുന്നു. അങ്ങനെ തോന്നുന്നവരുടെ കയ്യിലൊന്നും കുഞ്ഞിനെ കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഉള്ള രോഗങ്ങളെ കുറിച്ചൊക്കെ അറിയാലോ. എപ്പോഴാ അസുഖം പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഒരുപാട് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞാ. നല്ല പോലെ വളർത്ത് നോക്കൊക്കെ വേണം, അല്ലടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.